നമ്മളിപ്പോൾ ഉള്ളത് UK-ലെ ഹീത്രോ എയർപോർട്ടിലാണ്. UK-ലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് ലണ്ടൻ ഹീത്രോ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സിംഗപ്പൂരിലേക്കാണ് കേട്ടോ. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്നും സിംഗപ്പൂർ എയർലൈൻസിലാണ് നേരെ സിംഗപ്പൂർക്ക് പോകുന്നത്. സത്യത്തിൽ ഇത് സിംഗപ്പൂരിലേക്ക് മാത്രമുള്ള യാത്രയല്ല, മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന വഴി സിംഗപ്പൂരിൽ 8 മണിക്കൂർ നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി അവസരം ഒരുക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 8 മണിക്കൂറിൽ സിംഗപ്പൂരിൽ എന്തൊക്കെ കാഴ്ചകളിലേക്ക് എത്താം എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. 13 hours ജേർണി, 13 മണിക്കൂറാണ് യാത്ര. You ready for 13 hours? It's a long journey. It's a long journey. 13 മണിക്കൂർ ഇരിക്കണം. ഫ്ലൈറ്റ് എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭക്ഷണം എത്തി. ചിക്കനും മറ്റു പച്ചക്കറി വിഭവങ്ങളും എല്ലാം ചേർന്ന രുചികരമായ ഭക്ഷണം. അതിനുശേഷം എല്ലാവരും പതിയെ ഉറക്കത്തിലേക്ക് കടന്നു. കുറച്ചു നേരം ഉറക്കം, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് എത്തി. അങ്ങനെ 10-13 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തു. വെൽക്കം ടു സിംഗപ്പൂർ. ഗുഡ് മോർണിംഗ്. രാവിലെ 7 മണി പെട്ടെന്ന് ലാൻഡ് ചെയ്തു. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി ലഗേജ് കളക്ട് ചെയ്യണം. അപ്പം ലഗേജ് കളക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം നമുക്ക്. അപ്പം ഇത്തവണ സിംഗപ്പൂരിൽ കുറച്ച് കാഴ്ചകളും കഥകളും എല്ലാം തന്നെ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലഗേജ് കളക്ഷൻ അവിടെയാണ്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങണം. ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള അവാർഡ് പല തവണ ലഭിച്ചിട്ടുള്ള എയർപോർട്ടാണ് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട്. മനോഹരമായ എയർപോർട്ടാണ്. നമുക്ക് ഈ എയർപോർട്ട് കാണാൻ വേണ്ടി മാത്രം 5-8 മണിക്കൂർ മാറ്റി വെക്കണം എന്ന് തോന്നിപ്പോയി. അതുകൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ സിംഗപ്പൂർ എയർപോർട്ടിന് സ്വന്തമാണ്. അതാണ് ഈ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന്. ഈ എയർപോർട്ടിനകത്ത് മനോഹരമായി ഒരുക്കിയിട്ടുള്ള പൂന്തോട്ടമുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, മറ്റൊരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് സഞ്ചാരികൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് സാധാരണ സഞ്ചാരികൾ താമസിക്കുന്നിടത്തേക്ക് മെട്രോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, ബസ്സും ഉണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ വലിയ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്രാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി ടാക്സി ബുക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ ടാക്സി വരികയും വളരെ ഈസിയായി സിംഗപ്പൂരിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എത്തി. കഴിഞ്ഞ ജോർജിയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ സുഹൃത്ത് മനാഫിന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പാരഡൈസ് ബിരിയാണി. നമ്മൾ നേരെ പോയത് പാരഡൈസ് ബിരിയാണിയിലേക്കായിരുന്നു. പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. അവർ നേരെ അവരുടെ അന്നത്തെ സ്പെഷ്യലായ സദ്യ വൈഫിന് വിളമ്പി. എനിക്ക് പാരഡൈസ് സ്പെഷ്യൽ മലബാർ ബീഫ് ബിരിയാണിയും. അപ്പം ബിരിയാണി കഴിച്ചുകൊണ്ടാവാം സിംഗപ്പൂരിലെ ഇന്നത്തെ തുടക്കം. ബിരിയാണി നല്ല ബിരിയാണി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് പ്രോൺസ് വന്നിട്ടുണ്ട്, പ്രോൺസ് തവ ഫ്രൈ. പാരഡൈസ് ബിരിയാണിയിലെ രുചികരമായ ഭക്ഷണം കഴിച്ചു നമ്മൾ സിംഗപ്പൂരിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൻ്റെ കാഴ്ചയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ലോകത്തിലെ തന്നെ 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റി തന്നെയാണ് ആ രാജ്യം തന്നെയാണ് ആ സിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. മൊണാക്കോ, വത്തിക്കാൻ സിറ്റി, പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ സിംഗപ്പൂരിനൊപ്പം ഈ ഒരു മെയിൻ ഐലൻഡ് കൂടാതെ ഒരു 63ഓളം വേറെയും ഐലൻഡ്സ് ഉണ്ട്. അതിൽ മിക്കതിലും ജനവാസവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ സിംഗപ്പൂരിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള അട്രാക്ഷനാണ് ഈ കാണുന്ന മെർലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഫിഷിൻ്റെയും ഒരു സിംഹത്തിൻ്റെയും പാതി രൂപം എന്ന് വേണമെങ്കിൽ പറയാം. സിംഗപ്പൂർ ഒരു കാലത്ത് ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു ഫിഷിനെ ആ ഒരു സ്റ്റാച്യൂവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സിംഹം എന്ന് പറയുന്നത്, സിംഹം ആക്ച്വലി ഇവിടെ പണ്ടൊരു രാജാവ് 1400കളിൽ വേട്ടയ്ക്ക് പോയ സമയത്ത് ഇവിടെ സിംഹത്തിനെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പേരിലാണ് ഇതൊരു എന്താ പറയുക, സിംഹത്തിൻ്റെ ഒരു തലയും അതിന് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ സിംഗപ്പൂര, സിംഹത്തിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. സിംഗപ്പൂരിലെ മേജറായിട്ടുള്ള ഒരു ഐക്കോണിക് അട്രാക്ഷൻ ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന മെറീന ബേ സാൻഡ്സ് എന്ന് പറയുന്നത്. 2010 മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, ഒരു റിസോർട്ടാണ്, ഒരു ഹോട്ടലാണെന്ന് വേണമെങ്കിൽ പറയാം. തിയേറ്റർ ഉണ്ട് അതിനകത്ത്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കസിനോ അതിൻ്റെ അകത്തുണ്ട്. കസിനോയിലേക്ക് വിസിറ്റേഴ്സിന് എൻട്രി ഫ്രീ ആണ് കേട്ടോ. നമുക്ക് നമ്മളെ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി.
2400ഓളം മുറികൾ അതിനകത്തുണ്ട്. ഒരു ബോട്ടിൻ്റെ മാതൃകയിലാണ് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അത് ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതുകൂടാതെ തന്നെ മുകളിൽ നിന്നൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നഗരത്തിൻ്റെ വ്യൂ കാണത്തക്ക രീതിയിൽ. അത് കണ്ടില്ലേ ആ ഒരു ബിൽഡിംഗ്, അതൊരു കൺസേർട്ട് ഹാളാണ്. ഇവിടെ പല ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന നടക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു ഹാളിലാണ്. അത് ദൂരിയൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചക്ക പോലെ ഇരിക്കുന്ന ഫ്രൂട്ടില്ലേ, ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രൂട്ടിൻ്റെ മാതൃകയിൽ പണിതിട്ടുള്ളൊരു കെട്ടിടമാണ് ആ കാണുന്നത്. അതും പോപ്പുലറാണ് ഇവിടെ. അങ്ങനെ ഇതാണ് ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ. അതുകൂടാണ്ട് ഒരു ആപ്പിൾ ഷോറൂം അവിടെ ഉണ്ട്. അത് ലോകത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ ഷോറൂമാണ്. കാരണം അത് ഫ്ലോട്ടിംഗ് ആപ്പിൾ ഷോറൂം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊമനേഡിലൂടെ നടന്നു കഴിഞ്ഞാൽ സിംഗപ്പൂരിലൊരു പ്രധാനപ്പെട്ട സ്കൈ സ്കേപ്പേഴ്സും ഈ കാണുന്ന മെറീന ബേ സാൻഡ്സും മെർലിയോൺ സ്റ്റാച്യൂവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ 1965-ലാണ്. 1963 വരെ, അതായത് 144 വർഷക്കാലം ബ്രിട്ടൻ്റെ അണ്ടറിലായിരുന്നു സിംഗപ്പൂർ എന്ന് പറയുന്നത്. 63-ൽ മലേഷ്യയുടെ ഭാഗമായിട്ട് മാറി. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പം ഈ മലേഷ്യയുമായി ഉള്ള ഒരു ഈ യുദ്ധത്തിലൂടെ ഒന്നുമല്ല അവർ സെപ്പറേറ്റ് ചെയ്തത് കേട്ടോ. പല പ്രശ്നങ്ങൾ, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ഡിഫറൻസസ് കാരണം മലേഷ്യ തന്നെ സിംഗപ്പൂരിനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നതിലേക്ക് അവർ മുൻകൈ എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്കിപ്പം ബ്രിട്ടൻ്റെ ഒരുപാട് അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ചിലതൊക്കെ നമുക്കിപ്പോഴും ഇതാ ഈ കാണുന്ന ഈ ബ്രിഡ്ജ് ആൻഡ് ഒരു ബിൽഡിംഗ് അവിടെ, ഈ ഒരു ബിൽഡിംഗ്, ഇതെല്ലാം തന്നെ പഴയകാല ബ്രിട്ടൻ്റെ ഒരു ഇതാണ്, അടയാളങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് സ്കൈ സ്കേപ്പേഴ്സും നല്ല മനോഹരമായിട്ടുള്ള ബ്രിഡ്ജും റിവർ സൈഡും കാര്യങ്ങളും എല്ലാമായിട്ട്. ആൻഡ് നമുക്കിതുപോലുള്ള ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സിംഗപ്പൂർ റിവർ ക്രൂസ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സെൻറ്റോസ ഐലൻഡാണ്. സിംഗപ്പൂരിലെ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഐലൻഡാണെന്ന് വേണമെങ്കിൽ പറയും. അതൊരു മെയിൻലാൻഡ് സിംഗപ്പൂരിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഐലൻഡാണ്. സെൻറ്റോസയിലേക്ക് നമുക്ക് ഇവിടെ നിന്നൊരു മോണോറെയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുവഴി ട്രാവൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കേബിൾ കാർ ഓപ്ഷൻ ഉണ്ട്, അതും ഇതുപോലെ തന്നെ ഇവിടെ നിന്നും മെയിൻ ഐലൻഡിൽ നിന്നും സെൻറ്റോസ ഐലൻഡിലേക്കുള്ള കേബിൾ കാർ ഓപ്ഷൻ. അതല്ലാതെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളും നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. അപ്പം ബാക്കി കാഴ്ചകൾ കാര്യങ്ങളൊക്കെ സെൻറ്റോസിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി സെൻറ്റോസ ഐലൻഡിലെത്തി. ആൻഡ് ഇപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഐലൻഡിൻ്റെ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ഓട്ടത്തിലാണ്. ആൻഡ് ദാറ്റ് ഫേമസ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. സിംഗപ്പൂരിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള റിസോർട്ട് ഡെസ്റ്റിനേഷനാണ് സെൻറ്റോസ ഐലൻഡ്. ഒരുപാട് ലക്ഷറി റിസോർട്ടുകളും തീം പാർക്കുകളും മറ്റു എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസും എല്ലാം കൂടിയിട്ടൊരു ലോകം. യൂണിവേഴ്സൽ സ്റ്റുഡിയോസാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ മനോഹരമായിട്ടുള്ള ബീച്ചുകളും മറ്റ് ലക്ഷറി വില്ലാസും എല്ലാം ഉണ്ട്. കൗതുകകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഐലൻഡ് ഒരു കാലത്ത് ബ്രിട്ടീഷ് മിലിറ്ററി ബേസ് ആയിരുന്നു. എന്നാൽ ബ്രിട്ടൻ വിട്ടതിന് ശേഷമാണ് ഈ ഒരു ഐലൻഡിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത് ബീച്ച് സ്റ്റേഷനിലേക്കാണ്. സെൻറ്റോസ ബീച്ച് മോണോറെയിൽ. Attention all guests, please do not leave your belongings unattended. നമ്മൾ ഈ സിംഗപ്പൂർ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ്. അതായത് തായ്ലൻഡ്, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിംഗപ്പൂർ ഏറ്റവും റിച്ചസ്റ്റ് ആണ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു പോർട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂർ ശരിക്കും ഫേമസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നതിലും കെമിക്കൽസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിലുമാണ്.
മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ സിംഗപ്പൂരിൽ 63ഓളം ഐലൻഡ്സ് ഉണ്ട്. നമുക്ക് ചില ഐലൻഡ്സൊക്കെ ഇവിടെ നിന്നും ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ചകലെ 1, 2 ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഐലൻഡ്സ്. അതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസൊക്കെ അവിടെ ബോർഡിലുണ്ട്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത്. ചിലയിടത്തൊക്കെ ഈ പറഞ്ഞ പോലെ ട്രക്കിങ് അല്ലെങ്കിൽ ഹോം സ്റ്റേ പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് റിസോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. മിക്ക ഐലൻഡ്സിലും ജനവാസം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം 63 ഐലൻഡിൽ കുറച്ചെണ്ണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാം. സെൻറ്റോസ ഐലൻഡിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പോയത് സിംഗപ്പൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട നെയ്ബർഹുഡിലേക്കാണ്, ചൈന ടൗൺ. ഞാൻ ആലോചിക്കുകയായിരുന്നു, സിംഗപ്പൂരിൽ സത്യത്തിൽ ഏറെക്കുറെ ചൈനീസ് വംശജരാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ എന്ന്. എന്നാൽ സത്യത്തിൽ സിംഗപ്പൂരിലെ ചൈന ടൗൺ ചൈനീസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു തെരുവല്ല. ഇതൊരു ഹെറിറ്റേജ് സൈറ്റാണ്. കൂടാതെ ഒരുപാട് ചൈനീസ് ട്രഡീഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു ബ്രിട്ടൻ ഒരുപാട് കാലം സിംഗപ്പൂർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബ്രിട്ടന്റെ ഭരണകാലത്ത് ചൈനീസ് വംശജർക്ക് ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ എന്ന നിലയ്ക്കാണ് ഈ ഏരിയയിലേക്ക് ചൈനീസ് ആളുകളെ താമസിപ്പിക്കുന്നത്. പതിയെ പതിയെ നമ്മൾ ഇന്ന് കാണുന്ന ചൈന ടൗൺ ആയി മാറി. സിംഗപ്പൂരിലെ ചൈനീസ് വംശജരിൽ മിക്കവാറും പേരും സദേൺ ചൈനയിൽ നിന്നും കുടിയേറി വന്നവരാണ്. ചൈന ടൗണിനകത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബുദ്ധ ടൂത്ത് റിലിക് ടെമ്പിൾ ആണ്. നമ്മൾ അതുകൂടെ കണ്ടേക്കാമെന്ന് കരുതിയിട്ട് അതിനകത്തേക്കൊന്ന് കയറി. വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറാം. ഇതിൻ്റെ അകത്തുള്ള സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചൈനീസ് ടെമ്പിളിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, കാരണം എല്ലാം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇതിൻ്റെ അകത്ത്. ഈ മ്യൂസിയവും കാര്യങ്ങളൊക്കെ പഴയ ചൈനീസ് സിനിമകളിൽ കേട്ടിട്ടുള്ള അതുപോലുള്ള ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. 2007 മാത്രം പണി കഴിഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളാണ് ഇതെന്ന് പുറത്തു നിന്ന് കണ്ടാലോ അകത്തു നിന്ന് കണ്ടാലോ വിശ്വസിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് പഴയ ഒരു അമ്പലത്തിനകത്ത് കയറിയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 320 കിലോഗ്രാം ഗോൾഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അതെ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബുദ്ധൻ്റെ ഒരു സ്തൂപമാണ്. ഞാൻ അതിനകത്തൂടെയും അവിടെയുള്ള പെയിൻറ്റിങ്ങും മറ്റു തൂക്കുവിളക്കും മറ്റെല്ലാം കണ്ടുകൊണ്ട് കുറച്ചേറെ നേരം അങ്ങനെ നടന്നു. ഇതൊരു അമ്പലം മാത്രമല്ല കേട്ടോ, ഇതൊരു മ്യൂസിയം കൂടിയാണ്. നമുക്ക് സൗജന്യമായിട്ട് അകത്ത് കയറാം. 4 നിലകളുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് സെറിമണീസും ഇവരുടെ ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് വായിക്കുന്നതും മറ്റും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു അമ്പലത്തിനകത്തൂടെ കാഴ്ചകളെല്ലാം കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ നേരെ മറ്റൊരു നെയ്ബർഹുഡിലേക്കാണ് പോയത്. സിംഗപ്പൂരിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കൾച്ചറലായിട്ടുള്ള എത്നിക്കായിട്ടുള്ള ഡൈവേഴ്സിറ്റി. പല കൾച്ചർ, പല സമൂഹത്തിലുള്ള ആൾക്കാർ ഇവിടെ ഒന്നിച്ച് ജീവിക്കുന്നു. അത് വർഷങ്ങളായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഇവിടെ വന്നുകൊണ്ടിരുന്ന അറബ്സിന് പ്രത്യേകമായിട്ടൊരു ഏരിയ ഒരുക്കി കൊടുത്തു, അവരുടെ താമസത്തിനും അവരുടെ ട്രേഡ്സിനും മറ്റുമൊക്കെ ആയിട്ട്. അത് പിന്നീട് ഇങ്ങനെ ഒരു അറബ് സ്ട്രീറ്റായിട്ട് മാറുകയായിരുന്നു. ഈ ഒരു അറബ് സ്ട്രീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണുമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന സുൽത്താൻ മോസ്കാണ്. 1824 കാലഘട്ടത്തിൽ 1800കളിൽ ഓപ്പൺ ചെയ്ത സുൽത്താൻ മോസ്ക്. അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഗോൾഡൻ ഡോം കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള മോസ്കാണ് അത്. പിന്നെ ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും റീബിൽഡ് ചെയ്ത രൂപത്തിലാണ് നമ്മളിപ്പം കാണുന്നത്. ആക്ച്വലി ഇതൊരു ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ മോസ്ക് കൂടിയാണ് സിംഗപ്പൂരിലെ. ആൻഡ് അതിനോട് ചേർന്നിട്ടുള്ള ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് കമ്പോങ് ക്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. നമുക്ക് ഒരുപാട് ഒരു അറബിക് ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടർക്കിഷ്, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ, അതുമല്ലെങ്കിൽ നോർത്തേൺ ആഫ്രിക്കൻ, ലെബനീസ് റെസ്റ്റോറൻറ്റ് എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള തെരുവാണ്. ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ്, പെയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ തെരുവ്. ഗാർഡൻസ് ബൈ ബേ ഇതൊരു ഏർബൻ അല്ലെങ്കിൽ സിറ്റി പാർക്ക് എന്ന ഒറ്റ വാക്കിൽ പറയാം. 260 ഏക്കറിലായി നിലനിൽക്കുന്ന ഒരു പാർക്ക്. നഗരത്തിലെ പച്ചപ്പും സസ്യജാലങ്ങളും വർദ്ധിപ്പിച്ച് സിംഗപ്പൂരിലെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 2005 അന്നത്തെ പ്രധാനമന്ത്രി ഇത് അനൗൺസ് ചെയ്തത്. ഇന്നിപ്പോൾ ഇത് കാണാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് സഞ്ചാരികളാണ് സിംഗപ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഫ്ലവർ ഡോം, കൺസർവേറ്ററീസ്, ക്ലൗഡ് ഫോറസ്റ്റ് എല്ലാം ഈ 260 ഏക്കറിലുണ്ട്. അതിലേറ്റവും ആകർഷകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന സൂപ്പർ ട്രീസ് ആണ്. ഓരോ സൂപ്പർ ട്രീസിനും 25 മുതൽ 50 മീറ്റർ വരെ ഉയരം കാണും. സത്യത്തിൽ ഇതൊരു വേർട്ടിക്കൽ ഗാർഡനാണ്. ഈ കാണുന്നത് യഥാർത്ഥ ട്രീ അല്ല,
മറിച്ച് കോൺക്രീറ്റ് കൊണ്ടുള്ള ബോഡിയും സ്റ്റീൽ കൊണ്ടുള്ള ചില്ലകളുമാണ് ഇതിലുള്ളത്. ഇതിനു മുകളിൽ ആയിരക്കണക്കിന് സസ്യങ്ങളാണ് വളരുന്നത്. ഓർത്തു നോക്കുക, ഇതൊരു സാധാരണ ഗാർഡൻ ആയിരുന്നെങ്കിൽ എത്രയേറെ സ്ഥലം ഇതിന് വേണ്ടി വന്നേനെ എന്ന്. ഇരുട്ടുന്നതോടെ ഈ ട്രീ എല്ലാം ലൈറ്റപ്പ് ചെയ്തൊരു മ്യൂസിക്കൽ ഷോ തുടങ്ങും. മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റൊക്കെ തെളിയിച്ച് ഈ ട്രീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ വല്ലാത്തൊരു രസമാണ്. നല്ല ആംബിയൻസ് ആണ് അതിൻ്റെ അകത്ത് ഇവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സഞ്ചാരികളാണ് ആ ഒരു മ്യൂസിക്കും ആ ലൈറ്റ് ഷോയും കണ്ട് ആസ്വദിച്ച് അങ്ങനെ ആ ഒരു പാർക്കിലൂടെ കിടക്കുകയും ഇരിക്കുകയും നടക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ട്രീ മ്യൂസിക്കൽ ഷോ കഴിഞ്ഞ് നേരെ പോയത് സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ കാണാനാണ്. സിംഗപ്പൂരിലെ മറ്റൊരു വലിയ ജനവിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണ്. അവർക്ക് ഒരു സ്പെഷ്യൽ നെയ്ബർഹുഡ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഇന്ത്യൻ തുണിക്കടകളും ഗ്രോസറി തുടങ്ങി എല്ലാം ആ തെരുവിൽ കാണാം. അതൊന്നും കൂടാതെ 3 അമ്പലങ്ങളും പള്ളിയും എല്ലാമായി ലിറ്റിൽ ഇന്ത്യ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നൊരു തെരുവ്. ലിറ്റിൽ ഇന്ത്യയുടെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് മനാഫിനോടും പാരഡൈസ് ബിരിയാണിയോടും നന്ദി പറഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. സിംഗപ്പൂരിൽ വളരെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള നേരം കൊണ്ട് എന്തൊക്കെ കാഴ്ചകളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് നോക്കിയത്. ഇനിയും കുറച്ചേറെ കാഴ്ചകൾ സിംഗപ്പൂരിൽ ബാക്കിയുണ്ട്. അത് അടുത്ത തവണ കാണാമെന്ന ഉറപ്പോടുകൂടി അടുത്ത രാജ്യത്തേക്ക് നമ്മൾ ലാൻഡ് ചെയ്തു. ഈ രാജ്യത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.